വണങ്ങുന്നവരെ പരമാവധി പണക്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. വണങ്ങിയേ പോകുന്നുള്ളൂ, പറഞ്ഞാൽ അവരങ്ങ് പോകും. അതിൽ വേറെ നോക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല. ആരാ ചോദിക്കുന്നത്? ആരാ ചോദിച്ചത്? മലമ്പുഴ മണ്ഡലത്തിൽ ഉൾപ്പെടെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. അപ്പോ CPM-നോടുള്ള ഒരു മനമെടുത്തിട്ടാണ് പോകുന്നത്. പുറത്താക്കിയതാണ് വലിയ മനസ്സിലായില്ല. മനമെടുക്കാൻ തിരിക്കുന്നു. പാർട്ടിന്ന് പുറത്താക്കിയതാ. ഒട്ടേറെ തവണ പാർട്ടിയെ സമീപിച്ചു, പക്ഷെ പാർട്ടി അപ്പോഴൊന്നും ചെവിക്കൊള്ളുന്ന പ്രശ്നമില്ല. അയാൾ പുറത്താക്കിയിട്ടുള്ള ഒരാളാണ്. അയാൾ പുറത്തു പോയി. അതുകൊണ്ട് എന്തായും പാർട്ടി ഒരു നിരവധി സന്ദർഭങ്ങളിൽ പലയാളെയും പുറത്താക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേറെ ഞാൻ എന്താ എടുക്കാതെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി ഒരു വിവാദവും ഇല്ല, ഒറ്റ വിവാദവും ഇല്ല, ഒരു വിവാദത്തിന്റെ പ്രശ്നമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പാർട്ടി മെമ്പറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കി. ഇപ്പോഴൊന്നുമല്ല, കുറെ കാലമായി പുറത്താക്കിയിട്ട്. ഇനിയിപ്പോ അതിന്റെ വക്താവായി നടക്കേണ്ട കാര്യമില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ. അല്ല, അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഒരാൾ ആഗ്രഹിച്ചതുകൊണ്ടൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരില്ല. ഭയങ്കരമായിട്ട് വിശദീകരിച്ചല്ലേ അടങ്ങുള്ളൂ. അല്ലെങ്കിൽ വിശദീകരിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കിയിട്ടുള്ള ഒരു കേഡറെ സംബന്ധിച്ച് അയാൾ എന്തൊക്കെയാണ് കുറ്റം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. പത്രക്കാരോടും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് പാർട്ടി സംഘടനാപരമായ ഒരു കാര്യമല്ലേ. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് 12 വർഷത്തിനിടയ്ക്ക് 100 പ്രാവശ്യം അപ്പീൽ ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊന്നുമല്ല. ഇപ്പൊ പ്രാവശ്യമല്ലേ പറയുന്നത്. 100 പ്രാവശ്യം അപ്പീൽ ചെയ്തിട്ടും കാര്യമില്ല. പാർട്ടി സംഘടനാപരമായിട്ട് മാത്രമേ നിലപാട് സ്വീകരിക്കുള്ളൂ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. പുറത്താക്കിയത് തന്നെ. അതുകൊണ്ട് ഈ ഓരോരാൾ തരുന്ന കത്തിനനുസരിച്ചിട്ടാണോ കഴിഞ്ഞ നിലപാട് സ്വീകരിക്കുക? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ബാധ്യത? അത് ചിലപ്പോൾ തിരിച്ചെടുത്തിട്ടുണ്ടാവും. പുറത്താക്കി എല്ലാവരെയും ഒരേപോലെ പുറത്താക്കലല്ല. എല്ലാം മെറിറ്റ് അനുസരിച്ചിട്ടാണ് നിലപാട് സ്വീകരിക്കുന്നത്. ആരാ ചോദിച്ചത്? ഒരാളോടും വെറുപ്പില്ല. വ്യക്തിപരമായിട്ട് വെറുപ്പല്ലല്ലോ സംഘടനാപരമായ തീരുമാനം. നിങ്ങൾക്കിത് മനസ്സിലാക്കാതെ ഏത് പത്ര മാതൃഭൂമി തീരെ മനസ്സിലാവില്ല. ഉറപ്പല്ലേ? ഞങ്ങൾ എല്ലാവരും ചേർത്ത് പിടിക്കുകയാണ്. ചേർത്ത് പിടിക്കുന്നയാൾ കോൺഗ്രസിന്റെ ഒപ്പം പോകുന്ന ആളെ ചേർത്ത് പിടിക്കുമോ ആരെങ്കിലും? എങ്ങനെ കാണാനോ? ഒറ്റ വോട്ടും മാറൂല, ഒരു വോട്ടും മാറൂല. പക്ഷെ സുരേഷ് മാത്രമല്ല, ഇപ്പൊ ഇടതു മനസ്സുള്ള ജയൻ ചേർത്തല പോലുള്ള ആളുകൾ ഇപ്പൊ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന് വിവരം വരുന്നുണ്ട്. ആയിക്കോട്ടെ. അങ്ങനെ നിങ്ങള് അങ്ങനെ ഒരു ഭാഗത്ത് മാറ്റമല്ലോ മാത്രം. ഞാൻ ഇപ്പൊ രാവിലത്തെ പ്രഭാത യോഗത്തിൽ പോയപ്പോൾ നൂറുകണക്കിന് ആളുകളുമായി വന്ന കോൺഗ്രസ് നേതാവിനോട് പറഞ്ഞല്ലോ ഞാൻ നിങ്ങളെ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണെന്ന്. അത്ര മുമ്പ് തന്നെ ചേർന്നിട്ടുണ്ട്. ഒരുപാട് ഇയാൾ വരുന്നുണ്ട്. അതിലൊന്നും അന്തം വിട്ടുപോകണ്ട. ആരെങ്കിലും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചിലപ്പോ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിട്ടുപോവുകയോ അല്ലെങ്കിൽ നടപടിക്ക് വിധേയമായിട്ട് പുറത്തു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങളാണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് വിട്ടുനിൽക്കുന്നവരെ മുഴുവൻ പാർട്ടിയുമായിട്ട് സഹകരിച്ച് കൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. തീരെ തെറ്റായ പ്രവണതയാണ്, തെറ്റായ രീതിയാണ്. അതൊന്നും ശരിയല്ല. ഭരണം തുടർച്ചയായി വരണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിക്കില്ല ആകുന്നുണ്ടോ ഇല്ലയോ? അദ്ദേഹം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരൊന്നും പാർട്ടി മെമ്പർമാരോ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരൊന്നും അല്ലല്ലോ. ഞങ്ങൾ പല ആളുകളെയും പൊതുവായ വേദിയിൽ സഹകരിപ്പിക്കാറുണ്ട്. പാർട്ടി മെമ്പർഷിപ്പ് നോക്കിയിട്ടൊന്നുമല്ല. പാർട്ടി മെമ്പർഷിപ്പൊന്നും ഇല്ലാതെ വരെ തന്നെ ഞങ്ങൾ പല വേദിയിലും സഹകരിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പല സ്ഥാനങ്ങളും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന എന്തെങ്കിലും പ്രശ്നം വെച്ച് ചിലർ ഞങ്ങളുമായിട്ട് പിണങ്ങുന്നുണ്ട്. പിണങ്ങുന്നവരെ പരമാവധി പണക്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. പിണങ്ങിയേ പോകുന്നുള്ളൂ, പറഞ്ഞാൽ അവരങ്ങ് പോകും. അതിൽ വേറെ നോക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല. അത്ര കണ്ടാൽ മതി. നിങ്ങൾക്കല്ലേ ഏത് പത്രമാണ് നിങ്ങൾ ചോദ്യം ചോദിക്കാൻ അറിയയില്ല.
ഏത് പത്രം ജനം? പിന്നെ ജനം ഇതിനപ്പുറത്ത് വരെ പറഞ്ഞിട്ട് കാര്യം അറിയില്ല. കടകംപള്ളി സൂര്യൻ ഞാൻ ഇവിടെ ഇല്ലുണ്ടായിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ അവിടെ പോയിട്ടു. നമ്മുടെ ബാങ്ക് നാടിന്റെ ബാങ്ക്. നമ്മുടെ ബാങ്ക് നാടിന്റെ ബാങ്ക്. നമ്മുടെ ബാങ്ക് നാടിന്റെ ബാങ്ക്. നമ്മുടെ ബാങ്ക് നാടിന്റെ ബാങ്ക്. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മുല്ലപൂക്കുന്ന ചന്തമായി വന്നു നീ ദേവസുന്ദരി. മുല്ലപൂക്കുന്ന ചന്തമായി വന്നു നീ ദേവസുന്ദരി. നിലാവിന്റെ തേരേറി വന്നു നീ. അഴകു പെയ്തു നിന്നു മുല്ലാസ്, കസവു ചാത്തി വന്നു മുല്ലാസ്. അഴകു പെയ്തു നിന്നു മുല്ലാസ്, കസവു ചാത്തി വന്നു മുല്ലാസ്. മുല്ലാസ് വെഡിംഗ് സെന്റർ, കോടതിപ്പടി, മണ്ണാർക്കാട്. സാർ, ഞാൻ മൾട്ടി സ്റ്റേറ്റ് സഹകരണ ബാങ്ക് എന്നാണ്. ഞങ്ങൾക്ക് ഇന്ത്യയിൽ 256 ബ്രാഞ്ച് ഉണ്ട് സാർ. ഞങ്ങൾ കേന്ദ്ര അംഗീകൃത ബാങ്കാണ് സാർ. പിന്നെ ഫോർമാലിറ്റീസ് ഒക്കെ വളരെ കുറവാണ് സാർ. ഞങ്ങളുടെ ബാങ്കിൽ നിക്ഷേപിച്ച ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് സാർ. ഒരു ദിവസം തന്നെ എത്രയെത്ര വിളികൾ, എന്തെല്ലാം വാഗ്ദാനങ്ങൾ. നമ്മുടെ എല്ലാം വിയർപ്പിനാൽ പടുത്തുയർത്തിയ സഹകരണ ബാങ്ക് ഉള്ളപ്പോൾ നമുക്കെന്തിനു മറ്റൊന്ന്? അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം. സഹകരണ ബാങ്ക് ഒരു കരുത്താണ്, നാടിന്റെ ഒരു സുഹൃത്താണ്. നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം. പഴേരി ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.